ദേശീയപാത 85-ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതിന് സർക്കാർ ഹൈക്കോടതിയിൽ അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിൽ തുടർ പ്രക്ഷോഭത്തിന് ഒരുങ്ങി ദേശീയപാത സംരക്ഷണ സമിതി. വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുന്നതിനായി നാളെ അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കും. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് പുലർത്തുന്നുവെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആരോപണം. ദേശീയപാത 85-ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം തുടരാൻ ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനിച്ചത്. റോഡ് കടന്നു പോകുന്ന ഭാഗം റവന്യൂ ഭൂമിയാണെന്നതിന് തെളിവുണ്ടായിട്ടും ഇത് വനഭൂമിയാണെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ജൂലൈ 11-ന് സത്യവാങ്മൂലം നൽകിയെന്നും ഇതാണ് നിർമ്മാണ വിലക്കിന് കാരണമായതെന്നും സമിതി ആരോപിക്കുന്നു. ഓഗസ്റ്റ് 21-ന് കോടതി കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകൻ റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമല്ല എന്ന് വാക്കാൽ പറഞ്ഞതിന് പകരം കൈവശമുള്ള റവന്യൂ രേഖകൾ സമർപ്പിച്ചിരുന്നെങ്കിൽ റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയുമായിരുന്നുവെന്നും സമിതി നേതൃത്വം വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ 18-ന് കോടതി കേസ് വീണ്ടും പരിഗണിച്ചിട്ടും റോഡിന് അനുകൂലമായ സത്യവാങ്മൂലം സർക്കാർ സമർപ്പിക്കാത്തത് ഈ വിഷയത്തിലുള്ള സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആരോപണം. ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ സാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകളെയും വ്യാപാരി വ്യവസായികളെയും എല്ലാം തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും അടക്കം ക്ഷണിച്ചുകൊണ്ട് നാളെ അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2-ന് വലിയൊരു ബഹുജന കൺവെൻഷൻ നടക്കുകയാണ്. ശക്തമായി പ്രതികരിക്കാനുള്ള ഈ അവസരം ബഹുജനങ്ങളായിട്ടുള്ള ഈ പ്രദേശത്തെ ഹൈറേഞ്ചിലെ മുഴുവൻ ജനങ്ങളും വികസനം ആഗ്രഹിക്കുന്ന നാടിൻ്റെ നട്ടെല്ലായ റോഡ് തടയുന്നത് ഇതിനെതിരെ പ്രതികരിക്കണം. ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി മുഴുവൻ ആളുകൾ എത്തിച്ചേരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. റോഡുമായി ബന്ധപ്പെട്ട കേസ് കോടതി ഈ മാസം 7-ന് വീണ്ടും പരിഗണിക്കും. സർക്കാർ ഹൈക്കോടതിയിൽ റോഡ് നിർമ്മാണത്തിന് അനുകൂലമായ സത്യവാങ്മൂലം നൽകണമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആവശ്യം. അല്ലാത്തപക്ഷം വിഷയത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായും മറ്റ് സംഘടനകളുമായും കൈകോർത്ത് തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങാനാണ് സമിതിയുടെ തീരുമാനം. വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്യുന്നതിനായി നാളെ അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം 2-ന് അടിമാലി ക്ലബ്ബിലാണ് വിശാല കൺവെൻഷൻ നടക്കുക. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.